ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നും നമുക്ക് തുടങ്ങാം. ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ സർഫസ് ടെൻഷനെ പറ്റി പഠിച്ചു. അതിൻ്റെ ചെറിയൊരു ടോപ്പിക് ബാക്കിയുണ്ടായിരുന്നു, സർഫസ് എനർജി. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ്, കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. സർഫസ് എനർജി നമുക്കറിയാം. സർഫസ് ടെൻഷൻ കാരണം എന്തൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ലിക്വിഡ് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം അത് മാക്സിമം ചുരുങ്ങാൻ നോക്കും. അതായത് നമ്മളിപ്പോൾ പഠിച്ച പോലെ തന്നെ ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് എലമെൻ്റാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ലിക്വിഡ് എലമെൻ്റാണ് വിചാരിക്കുക. അപ്പം ഈ ഒരു എലമെൻറ്റ് ഒരു ഷേപ്പ് അക്യൂർ ചെയ്യാൻ കാരണം അതിൻ്റെ സർഫസ് ടെൻഷൻ. ആ സർഫസ് ടെൻഷൻ കാരണം മാക്സിമം കോമ്പാക്റ്റ് ആയിട്ട് അത് പറ്റാവുന്ന അത്രയും മിനിമം വോളിയം കൺസിഡർ ചെയ്യും, അതായത് അക്യൂർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വോളിയം നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു വോളിയം നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഈ ഒരു വോളിയം നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ്, അതാണ് ആഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു വർക്ക് ഡൺ ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കുമല്ലോ. എന്തായാലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആ വർക്ക് ഡൺ ആണ്. ഈ വർക്ക് ഡൺ സ്റ്റോർ ചെയ്യുന്നതാണ് സർഫസ് എനർജി ആയിട്ട്. ഇത് പ്രൂഫായിട്ടൊന്നും പഠിക്കാനല്ല, ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ഇതിൽ പ്രൂഫായിട്ട് ഞാൻ ജസ്റ്റ് വേണം പറഞ്ഞുതരാം. ഇതിപ്പം നമ്മളിപ്പം ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, Fx ഹൊറിസോണ്ടൽ ഫോഴ്സ്, ഇത് Fy ആണ് വിചാരിക്കാം. അപ്പം ഇതിൻ്റെ ഇനീഷ്യൽ ഹൈറ്റ് വൈയും വിഡ്ത്ത് എക്സും ആണ് വിചാരിക്കാം. അപ്പം ഈ ഒരു ചെറിയൊരു ചേഞ്ചില്ലേ, ഇത് dx/2. അപ്പം ഇതും സെയിം ആയിരിക്കുമല്ലോ, dx/2. പിന്നെ ഈ ഒരു ചേഞ്ച് y ഡയറക്ഷനിൽ ചേഞ്ച് dy/2, അത് മുകളിൽ എടുക്കുമ്പോൾ dy/2 വരും. അപ്പം ഈ രണ്ട് കേസും, അതായത് നമ്മളിപ്പം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സ് കണ്ടപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമുക്ക് എങ്ങനെ ശരിക്കും വർക്ക് ഡൺ എഴുതാൻ പറ്റും? രണ്ട് ഡയറക്ഷനിൽ ടോട്ടൽ വർക്ക് ഡൺ എഴുതണമെങ്കിലും എക്സ് ഡയറക്ഷനിലെ വർക്ക് ഡൺ പ്ലസ് വൈ ഡയറക്ഷനിലെ വർക്ക് ഡൺ, Fx ഇൻറ്റു dx/2, അതിൻ്റെ ഡിസ്റ്റൻസ്. പിന്നെ ഈ dx/2 ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്, അപ്പോൾ ട്വൈസ് രണ്ട് സൈഡിലും വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് Fy ഇൻറ്റു dy/2 ഇൻറ്റു 2. വർക്ക് ഡൺ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എക്സ് ഡയറക്ഷനിലെ വർക്ക് ഡൺ, വൈ ഡയറക്ഷനിലെ വർക്ക് ഡൺ. എക്സ് ഡയറക്ഷനിലെ വർക്ക് ഡൺ Fx ഇൻറ്റു dx/2 ഇൻറ്റു 2, Fy ഇൻറ്റു dy/2 ഇൻറ്റു 2. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഫോഴ്സ് പെർ ലെങ്ത്, F/L ആണ്. അപ്പം നമ്മളിപ്പം ഈ ഒരു ഫോഴ്സ് എടുക്കാം, അതായത് Fx എടുക്കുന്ന ശരിക്കാം. Fx എടുക്കുന്ന സമയത്ത് സിഗ്മ എന്താ വരുന്നത്? സിഗ്മ ഈക്വൽ ടു Fx/ ഈ ലെങ്ത് പറഞ്ഞാൽ y ആണ്, അല്ലേ? ഇതാണല്ലോ ലെങ്ത്, ഈ ലെങ്ത് പറഞ്ഞാൽ y ആണ്, നമ്മളറിയാം. അപ്പം ഇതിൻ്റെ അകത്ത് സിഗ്മ ഈക്വൽ ടു Fx അല്ലെങ്കിൽ സിഗ്മ ഇൻ ബൈ, ഓക്കെ, Fx ഈക്വൽ ടു സിഗ്മ ഇൻറ്റു വൈ എഴുതാൻ പറ്റും, അല്ലേ? സിമിലർലി ഇതേപോലെ തന്നെയാണ് നമുക്ക് Fy ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എക്സ്. ഒന്നും നോക്കാനില്ല, Fx എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ. അവിടെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അപ്പം സിഗ്മ എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? സിഗ്മ ഈക്വൽ ടു Fy/x എന്ന് വരും. അപ്പോൾ അത് മാറ്റിയും കൂടെ എഴുതി. അപ്പം ഈ രണ്ട് റിസൾട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ 2 ക്യാൻസലായി, 2 ക്യാൻസലായി. പിന്നെ Fxന് പകരം സിഗ്മ ഇൻറ്റു വൈ dx പ്ലസ് സിഗ്മ ഇൻറ്റു എക്സ് dy. ഓക്കെ, ഇതിനകത്ത് dy ബാക്കി വരും, ഇത്രയുണ്ട്. അപ്പം ഇതിനകത്ത് സിഗ്മ കോമൺ ആക്കി എടുക്കാം. സിഗ്മ ഇൻറ്റു വൈ dx പ്ലസ് എക്സ് dy. ഓക്കെ, ഇതിൽ വൈ dx പ്ലസ് എക്സ് dy എന്ന് പറഞ്ഞാൽ ഡി എ എന്ന് എഴുതാൻ പറ്റും. അതായത് ചേഞ്ച് ഇൻ ഏരിയ, ടോട്ടൽ ചേഞ്ച് ഇൻ ഏരിയ വൈ dx പ്ലസ് എക്സ് dy. ഓക്കെ, അപ്പം എന്ത് ചെയ്തിട്ട dw ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് സർഫസ് എനർജിൻ്റെ. ഈ ഒരു എനർജി നമ്മൾ സർഫസ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ വോളിയം, അതായത് ലിക്വിഡ് എപ്പോഴും വോളിയം മിനിമം ആയിട്ട് അക്യൂർ ചെയ്യും.
അപ്പോൾ ഈ അക്വയർ ചെയ്ത വോളിയം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഏരിയ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈ ഫോഴ്സ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുമല്ലോ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം വർക്ക് ഡൺ ഉണ്ടാവും. ഈ വർക്ക് ഡൺ ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് സർഫസ് എനർജി ആയിരിക്കും. ആ സർഫസ് എനർജിൻ്റെ ഇക്വേഷനാണ് ഈ കിട്ടിയത്, അതായത് സിഗ്മ ഇൻറ്റു ഡി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സിഗ്മേൻ്റെ വാല്യൂ ചെയ്യാൻ പറ്റും. സിഗ്മ ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി എ. ഈ ഇക്വേഷൻ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ വന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ചാൽ മതി, ജസ്റ്റ് ഈ ഫോർമുല മാത്രം ആലോചിച്ചാൽ മതി. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ അതായത് എക്സ്റ്റേണലി ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ഈ വർക്ക് സ്റ്റോർ ചെയ്യുന്നത് സർഫസ് എനർജി ആയിട്ടാണ്, അത്രയേ ഉള്ളൂ. സർഫസ് ടെൻഷൻ കാരണം അത് മിനിമം ഏരിയ അക്വയർ ചെയ്യാൻ നോക്കും. ആ ഏരിയ നമുക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് തന്നെ സർഫസ് എനർജി എന്ന് പറയും. ഇത്രയും കാര്യങ്ങളൊന്ന് നടത്തുക. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് സർഫസ് ടെൻഷൻ്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ടാണ്. അതായത് 3-4 ടൈപ്പ് വരുന്നുണ്ട്. വാട്ടർ ജെറ്റ് ഉണ്ടാകുന്ന പ്രഷറൈസ്, പിന്നെ ഒരു ലിക്വിഡ് ബബിൾസിൻ്റെ അകത്തുണ്ടാകുന്ന പ്രഷറൈസ്, സോപ്പ് ബബിളിൻ്റെ അകത്തുണ്ടാകുന്ന പ്രഷറൈസ്, അങ്ങനത്തെ 2-3 ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാപ്പിലറി ആക്ഷൻ. ഇതൊക്കെ സർഫസ് ടെൻഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ ഫോർമുല ഒന്ന് ആലോചിച്ച്, കാരണം ഇത് പഠിക്കാനുള്ള എളുപ്പമാണ്. ഒന്ന് ഫസ്റ്റ് തന്നെ പ്രഷറൈസ്, റൈസ് ഇൻ ലിക്വിഡ് ജെറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ നോസിൽ കൺസിഡർ ചെയ്യാൻ ഒരു നോസിലെടുത്തു. അപ്പം ഈ നോസിലിനകത്ത് വാട്ടർ ജെറ്റ് പോയിക്കൊണ്ടിരിക്കും. അതായത് ഇവിടെ ഒരു നോസിലാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാട്ടർ ജെറ്റാണ്. ഓക്കെ, ഈ വാട്ടർ ജെറ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. സർഫസിൽ ഒരു സർഫസ് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്ന കാരണം ഇൻസൈഡ് ദ ലിക്വിഡ് പി ഇൻസൈഡ്, പ്രഷർ ഇൻസൈഡ്, പി ഔട്ട്സൈഡ് എന്താ, പി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു പ്രഷർ ചേഞ്ച് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ ഡെൽറ്റ പി ഈക്വൽ ടു 2 സിഗ്മ ബൈ ഡി. ഓക്കെ, ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ ഇത് സർക്കുലർ ഷേപ്പിലായിരിക്കുമല്ലോ. അപ്പം ഇതിൻ്റെ ഡയമീറ്റർ ഓഫ് ജെറ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അതായത് പ്രഷറൈസ് ഇൻ ലിക്വിഡ് ജെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ, അതായത് ഔട്ട്സൈഡ് പ്രഷറും ഇൻസൈഡ് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാകാൻ കാരണം സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ കാരണം ഇൻറ്റേർണൽ പ്രഷർ, അതായത് ഉള്ളിൽ മോസ്റ്റ് കംപ്രസ്ഡ് ഷേപ്പിലേക്ക് ആകുന്ന സമയത്ത് ഉള്ളിലെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇൻസൈഡ് പ്രഷർ കൂടുതലായിരിക്കും, ഔട്ട്സൈഡ് പ്രഷർ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ പ്രഷർ കുറവായിരിക്കും. അപ്പം ആ ഒരു പ്രഷർ ചേഞ്ച് കിട്ടാൻ വേണ്ട ഇക്വേഷനാണ് 2 സിഗ്മ ബൈ ഡി. ഇതിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഈ കാര്യം ആലോചിച്ച് വെച്ചാൽ, കാരണം ഇത് സിമ്പിളായിട്ട് ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഡീപ്പായിട്ട് പഠിച്ചു പോയിട്ട് കാര്യമില്ല ഇതിൻ്റെ ഒരു ഏരിയയിൽ. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അവസാനം ലാസ്റ്റ് PDF അത് കംപ്ലീറ്റ് ചാപ്റ്റർ, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ എല്ലാ PDF കാര്യങ്ങളും എൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ അതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. വെറുതെ അത് പഠിച്ചിട്ട് വെറുതെ സമയം കളയാനല്ലാണ്ട് ഇതിൽ ജസ്റ്റ് ഈ ഫോർമുല മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു ലിക്വിഡ് ഡ്രോപ്പ്, പ്രഷർ ഡിഫറൻസ്. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പി ഇൻറ്റേർണൽ ഉണ്ടാവും, പി അറ്റ്മോസ്ഫിയറും. അപ്പം ഇതിനകത്ത് സർഫസ് ടെൻഷൻ കാരണം ഇൻറ്റേർണൽ പ്രഷർ കൂടുതലായിരിക്കും. സെയിം കാറ്റഗറി തന്നെ, അതാ പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. അപ്പം ഇതിനകത്ത് പ്രഷർ ചേഞ്ച് കൂടുതലാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന പ്രഷർ ഡിഫറൻസ് പറഞ്ഞാൽ ഡെൽറ്റ പി ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി. ഓക്കെ, അതായത് എനിക്ക് 2 ഫോർമുല ഇപ്പോൾ നോക്കുന്ന കാര്യത്തിൽ സിമിലാരിറ്റി മനസ്സിലായില്ലേ? ഇത് പഠിക്കാനുള്ള എളുപ്പം മനസ്സിലായി. അതായത് ഫസ്റ്റ് തന്നെ വാട്ടർ ജെറ്റ് ആണെങ്കിൽ 2 സിഗ്മ ബൈ ഡി, ഇവിടെ ഡെൽറ്റ പി ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതായത് സോപ്പ് ബബിൾ. ഓക്കെ, സോപ്പ് ബബിളിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് സോപ്പ് ബബിൾ കണ്ടിട്ടുണ്ടാവില്ലേ? സോപ്പ് ബബിൾ കണ്ടുമ്പോൾ ലിക്വിഡ് ഡ്രോപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ളിലും എയറാണ്, പുറത്തും എയറാണ്. അതാണ് സോപ്പ് ബബിളിൻ്റെ പ്രത്യേകത. എയർ ഈ ഒരു ഏരിയ മാത്രമാണ് ഇതിൻ്റെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ഉണ്ടാവുക. എന്താ പറയുക, ഉള്ളിൽ എയറാണ്, പുറത്തും എയറായിരിക്കും.
അങ്ങനെയാണ് സോപ്പ് ബബിൾ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ്, അതായത് ഇവിടുന്ന് ഒരു പ്രഷർ ഉണ്ടാവും, ഇവിടുന്ന് പ്രഷർ ഉണ്ടാവും. അപ്പോൾ പ്രഷർ ഡിഫറൻസ് ഇതിൻ്റെ ഇരട്ടിയായി വരും, അതായത് ഈ ഒരു കേസിൻ്റെ ഡബിൾ ആവും. ഡെൽറ്റ പി ഈക്വൽ ടു 8 സിഗ്മ ബൈ d വരും. ഇതാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, പക്കയായിട്ട് പഠിക്കാൻ എളുപ്പത്തിലാണ്. അതായത് പ്രഷറൈസിൻ്റെ ലിക്വിഡ് ജെറ്റ് ആകുന്ന സമയത്ത് ഡെൽറ്റ പി ഈക്വൽ ടു 2 സിഗ്മ ബൈ ഡി, ദെൻ ലിക്വിഡ് ഡ്രോപ്പ് ആണെന്ന് കരുതി, അതായത് നമ്മൾ മഴത്തുള്ളി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ഡ്രോപ്പ് ആകുമ്പോൾ ഡെൽറ്റ പി ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി. ഇനി സോപ്പ് ബബിളിൻ്റെ കേസ് പറയുന്ന സമയത്ത് പുറത്തും എയറാണ് ഉള്ളിലും എയറാണ്, നടുക്കൊരു ചെറിയൊരു എന്താ പറയുക തിക്നെസ്സിൽ മാത്രമാണ് ലിക്വിഡ് ഡ്രോപ്പ് ഇട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എഫക്റ്റ് ചെയ്യും, അതായത് ഇതിൻ്റെ ഡബിൾ ആവും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ്, അതായത് ഡെൽറ്റ പി ഈക്വൽ 8 സിഗ്മ ബൈ ഡി. പഠിക്കാൻ എളുപ്പമല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനി വരുന്നത് കാപ്പിലറിറ്റി ആക്ഷൻ. കാപ്പിലറിറ്റി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. കാരണം ഒരു ടൈനി ട്യൂബിൻ്റെ അകത്തൂടെ ഒരു പർട്ടിക്കുലർ വാട്ടർ ബാത്തിലെടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ഇത് മുകളിലോട്ട് പോവും, അല്ലെങ്കിൽ അതായത് കാപ്പിലാരിറ്റി റൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ കാപ്പിലാരിറ്റി ഫാൾ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചാണ്, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഇത് കാപ്പിലാരിറ്റി റൈസ് ആണെങ്കിലും ഫാൾ ആണെങ്കിലും നമ്മൾ പഠിച്ച ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, H ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ഡി. ഈ ഇക്വേഷൻ മതി നിങ്ങൾക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ. ഓക്കെ, ഇത്രയും ആലോചിച്ചാൽ മതി. ഇതിപ്പോൾ റൈസ് ആണെങ്കിൽ പ്ലസ് ആവും, ഫാൾ ആണെങ്കിൽ മൈനസ് ആവും. ഇതിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, നമ്മളിവിടെ വരികയാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും, തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അതായത് കാപ്പിലറി ആക്ഷൻ ഈസ് ദ ആക്ഷൻ ഡിഫൈൻഡ് ആസ് ദ റൈസ് ഓർ ഫാൾ ഓഫ് ദി ലിക്വിഡ് ഇൻസൈഡ് എ ടൈനി ട്യൂബ്. ഓക്കെ, ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ. അതായത് സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഫിനോമിനാണ് കാപ്പിലറി ആക്ഷൻ. കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലെസ് ദാൻ, ഇതൊക്കെ വാട്ടറിൻ്റെ കേസാണ്. വാട്ടറിൻ്റെ കേസിൽ കാപ്പിലറി റൈസ് ഉണ്ടാവും, മെർക്കുറിൻ്റെ കേസിൽ കാപ്പിലറി ഫാൾ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ H ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. അപ്പം കോസ് തീറ്റ എടുക്കാൻ കാരണം നമ്മളിപ്പം വെർട്ടിക്കലി ആണ് ഹൈറ്റ് പറയുന്നത്. അപ്പം ഇതൊരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇൻസൈഡ് ദ ലിക്വിഡാണ് നമ്മുടെ, അതായത് നമ്മളിപ്പം പഠിച്ച എങ്ങനെയാണല്ലോ ഈ ആംഗിളേക്കും തീറ്റ, അതിന് നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കോസ് തീറ്റ എടുക്കേണ്ടി വരും. ആ കമ്പോണൻ്റെ കോസ് തീറ്റ, സിഗ്മ കോസ് തീറ്റ. ഓക്കെ, അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിലാണ് സിഗ്മ ഉണ്ടാകുക. സിഗ്മ കോസ് തീറ്റ ആണ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഹൈറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡി ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. അപ്പം ഈ 1, 2, 3, 4 ഈ 4 ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. കൂടുതലൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പ്ലസ് 2 മുതലേ അല്ലെങ്കിൽ 9ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ് കാപ്പിലറി റിയാക്ഷൻ എന്നാൽ അതിനെങ്ങനെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഈ 4 ഫോർമുല നമുക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു പോകും. കാരണം ഡെൽറ്റ പി ഈക്വൽ ടു 2 സിഗ്മ ബൈ ഡി, ഡെൽറ്റ പി ഈക്വൽ ടു 4 സിഗ്മ ബൈ ഡി, അതായത് ലിക്വിഡ് ഡ്രോപ്പിൻ്റെ കേസിൽ വരുമ്പം, പിന്നെ സോപ്പ് ബബിൾ ആകുന്ന കേസിൽ 8 സിഗ്മ ബൈ ഡി, പിന്നെ കാപ്പിലറി ആക്ഷൻ ആകുമ്പം H ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. അപ്പം ഇതാണ് കംപ്ലീറ്റ്ലി പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. ഇതിനകത്ത് ഒരു വേപ്പർ പ്രഷറിൻ്റെ കൺസെപ്റ്റും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസിനകത്ത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. അതിൽ എന്താ പറയുക, നമ്മുടെ കാവിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രശ്നവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ വേപ്പർ പ്രഷറിൻ്റെ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം അന്നേരം അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് അതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ വേണ്ടത് ആ ഒരു ഏരിയയിൽ. അപ്പം ക്ലിയർ ആയിട്ട് പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളുണ്ട്, അതും അടുത്ത ലെക്ചറിൽ. ഓക്കെ, അതായത് റിമൈനിങ് ആയിട്ട് നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിൻ്റെ കേസിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു. ഇനി ബാക്കി വരുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്രയും എനിക്ക്
പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി കുറച്ച് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട് പറഞ്ഞു തരുന്ന കാര്യത്തിൽ. അപ്പം അത് മാക്സിമം ഞാൻ മേക്കപ്പ് ചെയ്യാൻ നോക്കാം. പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലും കൺസെപ്റ്റ് ഐഡിയ കൂടുതലായിട്ട് അറിയേണ്ട ആൾക്കാർക്കോ ഒക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഏതെങ്കിലും എക്സാം, ഇത് ഗേറ്റ് എക്സാം മാത്രമല്ല, SSC ആണെങ്കിലും നമ്മുടെ PSC എക്സാം ആണെങ്കിലും ഏത് എക്സാമിനാണെങ്കിലും ഇത്രയും സിമ്പിളായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് കിട്ടും. അതായത് കൺസെപ്റ്റ് വൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി അഡീഷണലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.